ഹായ് കൂട്ടരെ, ഇന്നത്തെ എപ്പിസോഡിൽ മഹേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ മനസ്സ് തകർന്നു നിൽക്കുന്ന നിർമ്മല ശിവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മഹേന്ദ്രനോട് ആവശ്യപ്പെടുമ്പോൾ മഹേന്ദ്രൻ പറയുന്നത് അവൻ ഇങ്ങനെ തന്നെ വരണമെന്നതായിരുന്നു. അവന് ഇതുപോലെയൊക്കെ വന്നാലേ ഉള്ളൂ അവൻ നമ്മളെ കുറിച്ചൊക്കെ ചിന്തിക്കൂ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നിർമ്മല പറഞ്ഞു, അല്ല മഹേട്ടാ, നമുക്കൊരു കാര്യം ചെയ്താലോ, അവളെ പോയി ഒന്ന് കണ്ടാലോ എന്ന് ചോദിച്ചതും മഹേന്ദ്രൻ പറഞ്ഞു, എന്തിനാടി വേണേ അവളെ പോയി കാണുന്നത്? ആ പെങ്കൊച്ചിനെ ഞാൻ എന്റെ മരുമകളായിട്ട് സ്നേഹിച്ചതായിരുന്നു. പക്ഷേ അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയാണ് അവൻ ഈ രീതിയിലൊക്കെ മർദ്ദിച്ച് അവശയാക്കിയിട്ടിരിക്കുന്നത്, ഇതുപോലെയല്ല ഉപദ്രവിച്ചേക്കുന്നത്. അങ്ങനെയുള്ള അവനെ ഞാൻ രക്ഷിക്കാൻ പോകണമെന്നോ? നിനക്ക് നാണമില്ലേ അങ്ങനെയെല്ലാം പറയാൻ? അതെ, അവന് ശിക്ഷ ലഭിക്കട്ടെ, അവൻ ഈ ശിക്ഷയിലൂടെയെങ്കിലും നന്നാവട്ടെ, അങ്ങനെയെങ്കിലും അവന് നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും നിർമ്മല പറഞ്ഞു, അല്ല മഹേട്ടാ, നമുക്ക് അവിടെ ചെന്ന് അവളോടൊന്ന് സംസാരിച്ചാലോ? നമുക്കൊന്ന് സംസാരിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടുവരാമെന്നും അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഡെയ്സിയോടൊപ്പം അവനെ ജീവിക്കണമെന്ന് അവനോട് പറയാമെന്നും നമുക്ക് പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോ അത് കേട്ട മഹേന്ദ്രൻ പറഞ്ഞു, ശരിയാ, നല്ല കാര്യം, നീ അങ്ങ് ചെന്ന് കയറി കൊടുക്ക പ്ലാമോട്ടിലേക്ക്. എന്നിട്ട് വേണം അവര് ഇപ്പോ ഡെയ്സിയുടെ കാര്യത്തിൽ ആന്റണിയുടെ അച്ഛനായ യോഹന്നാനും കൂടി നമ്മളെ ശരിക്കും അവരുടെ വീട് കയറി ഭവനഭേദനം നടത്തിയെന്ന് പറഞ്ഞ് അവര് നമ്മളെ ഇനി അതിന്റെ പേരിൽ കേസ് കൊടുത്ത് ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കാനായിട്ട്. എന്താ, നിനക്ക് ഈ പ്രായത്തിൽ നിന്റെ മകനെ പോലെ നിനക്കും ജയിലിൽ പോയി കിടക്കണം എന്നാണോ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോഴേക്കും അത് കേട്ടതോടെ നിർമ്മല പറഞ്ഞു, അല്ല മഹിയേട്ട, നമ്മുടെ മോൻ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ? മഹിയേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെയാ എന്ന് ചോദിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറഞ്ഞു, അതെ, അവൻ ശരിക്കും ശിക്ഷ അനുഭവിക്കണം. ഇനിയും അവൻ ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ അവന് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അവൻ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ മഹേന്ദ്രൻ നേരെ ആന്റണിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്തിനാ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിച്ച് ആന്റണി ബഹളം വെച്ചു. എന്റെ പെങ്ങള് മരിച്ചോ എന്ന് അറിയാനാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, അല്ല, ശിവനെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം, അത് പറയാനാ ഞാൻ വിളിച്ചത്. അവനെ വെറുതെ വിടരുത്. അവനെതിരെ ഉടനെ തന്നെ നിങ്ങളൊരു പെറ്റീഷൻ എത്രയും വേഗം ഫയൽ ചെയ്യണം. എന്നിട്ട് അവനെതിരെ ഏത് കോടതിയിലും ഞാൻ വന്ന് മൊഴി നൽകിക്കോളാം എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ഫോൺ വെക്കുമ്പോൾ നിർമ്മല അത് കേട്ട് അരികിലേക്ക് എത്തിച്ചു ചോദിച്ചു, നിങ്ങൾ എത്ര ദുഷ്ടനാ മഹേട്ട? നിങ്ങള് സ്വന്തം മകനെ കൊലക്കയറിലേക്ക് അവന് കൊലക്കയർ വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടിയാണോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതും മഹേന്ദ്രൻ പറഞ്ഞു, അവനെ അങ്ങനെയെങ്കിലും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട് നിർമ്മല പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിലും ദുഷ്ടരാ, നിങ്ങൾ വലിയൊരു ദുഷ്ടൻ തന്നെയാ. എന്നിട്ടും എന്റെ മോനെ കൊല്ലാക്കൊല ചെയ്യാനായിട്ടല്ലേ നിങ്ങൾ ഈ വിളിച്ചു പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അവന് വേണ്ടി പുറത്തിറങ്ങണ്ട, അവന് വേണ്ടി ആരോടും സംസാരിക്കുകയും വേണ്ട. പക്ഷെ ഞാൻ എന്റെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചോളാം, അവരിതിനുള്ള ഒരു പോംവഴി ഉണ്ടാക്കിക്കോളും, എന്റെ മോനെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞ് നിർമ്മല മഹേന്ദ്രനോട് ദേഷ്യപ്പെടുമ്പോ ശാലിനി നേരെ കളക്ടറേറ്റിലേക്ക് വന്നിറങ്ങി. ശാലിനി എവിടേക്ക് വന്നതും പുറത്ത് തന്നെ ശാലിനിയുടെ വരവും കാത്തു നിൽക്കുകയായിരുന്നു ജോൺ അബ്രഹാം. ജോൺ അബ്രഹാം മുന്നിലേക്ക് ശാലിനി അകത്തേക്ക് കയറി വരുമ്പോ ജോൺ അബ്രഹാം മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, മേഡം, മേഡത്തെ കാണാനായിട്ട് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ ജോൺ എന്ന് ചോദിച്ചതും ജോൺ അബ്രഹാം പറഞ്ഞു, മേഡം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു. മേഡം, നമ്മുടെ വീട്ടിൽ ഒരാളെ ഒരു ജോലിക്ക് നിർത്തുമ്പോൾ, അതിപ്പോ വേലക്കാരോ മറ്റാരാണെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ജോലിക്ക് നിർത്തുമ്പോൾ മിനിമം അവരുടെ യോഗ്യത കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം മേഡം. അല്ല എങ്കിൽ പിന്നീട് നമ്മുടെ ഭാവിക്ക് തന്നെയും നമ്മുടെ പേരിന് തന്നെയും അത് കളങ്കമായി മാറും മേഡം എന്നൊക്കെ പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, എന്താ എന്താ ജോൺ അബ്രഹാം, താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ ഇങ്ങനെ വളച്ചു കെട്ടത കാര്യം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചതും ജോൺ അബ്രഹാം പറഞ്ഞു, മേഡം, മേഡം ദാ ഈ ഫോട്ടോ ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ വേഗം ജോൺ അബ്രഹാം ശാലിനിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ആ വീഡിയോ ശാലിനി നോക്കുമ്പോഴേക്കും അതിൽ ജോൺ അബ്രഹാം പറഞ്ഞതുപോലെ ഡെയ്സി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇവിടെ തന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ് തന്റെ ഭർത്താവ് ശിവനെന്നും, ശിവൻ തന്റെ തലയിടിപ്പിച്ച് മുറിവ് വരുത്തിയിരിക്കുന്ന ആ രക്തം വാർന്നൊലിക്കുന്ന ആ ഫോട്ടോയും വീഡിയോയും കാണിച്ചുകൊണ്ട് ഡെയ്സി തന്റെ ഫോണിലൂടെ വീഡിയോ എടുക്കുമ്പോൾ പുറത്ത് വാതിൽ തള്ളി തുറക്കാനായി ശിവൻ ശ്രമിക്കുകയും, നീ വാതിൽ തുറന്നെങ്കിൽ ഞാനത് ചവിട്ടി പൊളിക്കുമെന്നും നിന്നെ ഞാൻ അവിടെ പച്ചക്കിട്ട് കത്തിക്കുമെന്നും ഒക്കെ ശിവൻ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നതൊക്കെ കൃത്യമായി അതിൽ റെക്കോർഡ് ചെയ്തിരിക്കപ്പെടുകയും അതെല്ലാം നേരെ വൈറലായി വന്നിരിക്കുകയാണ്. അത് കേൾക്കുന്ന ആ നിമിഷം ശാലിനിയാകെ തകർന്നു പോന്നു. ഉടനെ തന്നെ അതിലൂടെ ഡെയ്സി വീണ്ടും പറഞ്ഞു, പല പെൺകുട്ടികളെയും ഇതുപോലെ വലയിൽ വീഴ്ത്തിയിട്ടുണ്ടെന്നും ഇപ്പോ കളക്ടർ ശാലിനി പോലും ആ ശിവന്റെ വലയിലാണെന്ന് കൂടി അതിനകത്ത് അങ്ങനെ ഒരു കമന്റ് കൂടി വന്നതോടെ ഇതെല്ലാം കേട്ടതോടെ
ശാലിനി ആകെ നിരാശയിലായി. അപ്പോഴേക്കും ജോൺ അബ്രഹാം പറഞ്ഞു, മേഡം ഇത് കേട്ടിട്ട് എത്ര ആളുകളാണെന്നറിയാവോ മേഡം എന്നെ വിളിച്ച് മേഡത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. ദാ സ്ഥലം MLA പോലും എന്നെ വിളിച്ച് പറഞ്ഞു മേഡത്തെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന്. ഇതെല്ലാം കേട്ടതും ശാലിനി പറഞ്ഞു, താങ്ക് യു ജോൺ അബ്രഹാം, ഇതുപോലെ ഇൻഫർമേഷൻ എനിക്ക് തന്നതിന് എന്ന് പറഞ്ഞപ്പോൾ, മേഡത്തിനെ സുരക്ഷിതയാക്കുക എന്നത് എന്റെ കൂടി കടമയല്ലേ എന്ന് ചോദിച്ചപ്പം താങ്ക്സ് എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോയതോടെ ജോൺ അബ്രഹാം സന്തോഷിച്ചു. ഓ ഭാഗ്യം, അത് ഏറ്റിട്ടുണ്ട് എന്ന് ജോൺ അബ്രഹാം സമാധാനത്തോടെ നിൽക്കുമ്പോൾ അവിടെ വേലായുധന്റെ വീട്ടിൽ രാവിലെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ശിവൻ അടുത്ത് നിന്ന് ചന്ദ്രയോട് ചോദിച്ചു, എന്താടി അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവൾ എഴുന്നേറ്റോ എന്ന് ചോദിച്ചതും, ഇതുവരെയായിട്ടും പള്ളിവാതിൽ തുറന്നിട്ടില്ല ഏട്ടാ, ഇന്നലത്തെ പരാക്രമം അമ്മാതിരിയായിരുന്നില്ലേ, ക്ഷീണം കാണും എന്നൊക്കെ ചന്ദ്ര പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ ശിവൻ പറഞ്ഞു, എന്തായാലും എന്താ ഏട്ടാ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് ചന്ദ്ര അന്വേഷിച്ചപ്പോഴേക്കും ശിവൻ പറഞ്ഞു, എന്തായാലും അവളെ ഇനി വീട്ടിൽ നിർത്താൻ പറ്റില്ല, അതുപോലത്തെ ഓരോ കാര്യങ്ങളാണല്ലോ അവൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അവളിനിയിപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ പോലും എന്റെ പേരെഴുതി വെച്ചിട്ട് അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്താ അതിന് ഞാൻ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും, കേസും പൊല്ലാപ്പും ഒക്കെ. അങ്ങനെ എന്റെ ജീവിതം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ. പിന്നെ അവള് വന്നിരിക്കുന്നത് നല്ല കാര്യത്തിനല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയും ഇവിടുന്ന് പറഞ്ഞയക്കണം. നേരിട്ട് സംസാരിച്ച് അവളെ പറഞ്ഞയക്കാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നടപ്പിലാവുന്ന കാര്യമില്ല. അതുകൊണ്ട് കയ്യാങ്കളിയിലൂടെ മാത്രമേ കാര്യങ്ങൾ നടപ്പിലാവുകയുള്ളൂ. നീ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്ക്, അവളെ പറഞ്ഞയക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞയക്കേ എന്ന് ശിവൻ ചന്ദ്രയോട് അറിയിക്കുമ്പോ അത് കേട്ട ചന്ദ്ര പറഞ്ഞു, ഏട്ടാ ഞാൻ ശ്രമിച്ചു നോക്കാം, എന്നാ ശരിയടി എന്ന് പറഞ്ഞ് ശിവൻ വേഗം ചായ കുടിച്ച് ഗ്ലാസും കൊടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തു പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് റാണി ഓടിയെത്തിയത്. അയ്യോ ചന്ദ്രേ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് റാണി വന്നതും, എന്താ ചന്ദ്രേ, എന്താ റാണി എന്ന് ചന്ദ്ര അന്വേഷിച്ചു. അപ്പോഴേക്കും റാണി പറഞ്ഞു, ഇതാ നീ ഈ വീഡിയോ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ആ മൊബൈൽ ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു. ചന്ദ്ര അത് വാങ്ങിച്ച് എന്താ സംഭവം എന്നറിയാനായി നോക്കിയപ്പോഴേക്കും അതിൽ കണ്ട വീഡിയോ കണ്ട് ചന്ദ്രൻ ഞെട്ടി. അതിനകത്ത് ഡെയ്സി കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ, അത് ശിവൻ തനിക്കെതിരെ നടത്തിയ വലിയൊരു പരാക്രമമായിട്ട് ഡെയ്സി എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ആ വൈറലായി നെറ്റിലിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അത് കണ്ടതോടെ ചന്ദ്ര ആകെ ഞെട്ടി. അയ്യോ ഇത് വലിയൊരു ചതിയാണല്ലോ റാണി എന്ന് ചന്ദ്ര സങ്കടത്തോടെ പറഞ്ഞപ്പോ, അതെ ഇത് ഭയങ്കര വൈറലായിരിക്കുക, ശിവനെയാണ് അതിനകത്ത് കുറ്റക്കാരനാക്കി അവൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ചന്ദ്ര വല്ലാത്ത ടെൻഷനിലായി. അപ്പോഴേക്കും ശിവൻ അവിടുന്ന് പോവുകയും ചെയ്തിരുന്നു. ഇത് ശാലിനി ഈ കാര്യം അറിഞ്ഞതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശാലിനി ആകെ ആശങ്കയിലായി. പെട്ടെന്ന് ശാലിനി അകത്തേക്ക് പോകുമ്പോൾ ക്യാബിനിലേക്ക് കയറാനായിട്ട് കളക്ടറേറ്റിനകത്തേക്ക് കയറി വരുമ്പോഴാണ് അവിടെ ശാലിനിയുടെ ക്യാബിന് മുന്നിലായിട്ട് ഗോപാലകൃഷ്ണൻ കാത്തിരുന്നത്. എന്തായാലും ഇന്ന് ശാലിനിയോട് എല്ലാം തുറന്നു പറയണം, ശാരദയെക്കുറിച്ചുള്ള അവളെ എല്ലാ സംശയങ്ങളും മാറ്റി കൊടുക്കണം. ഇനി അവളുടെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തേ പറ്റൂ എന്ന് ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചു. അങ്ങനെ മനസ്സിൽ ശാലിനിയോട് എല്ലാം തുറന്നു പറയാൻ തയ്യാറെടുത്ത് ഗോപാലകൃഷ്ണൻ കാത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് ശാലിനി കയറി വന്നത്. ശാലിനിയെ കണ്ടതോടെ ആകെ ടെൻഷനായി. ഉടനെ ശാലിനി അകത്തേക്ക് വരുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ വേഗം ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി വല്ലാത്ത ടെൻഷനിലായിരുന്നു. പുറത്ത് കണ്ട ആ വീഡിയോയുടെ ആഘാതത്തിലായിരുന്നു ശാലിനി അകത്തേക്ക് കയറി വന്നത്. എന്ത് പറയണമെന്നറിയാതെ വല്ലാത്ത അങ്കലാപ്പോടെ ഒന്ന് ഗോപാലകൃഷ്ണനെ നോക്കുക മാത്രമാണ് ശാലിനി ചെയ്തത്. അതിനുശേഷം ഒന്നും മിണ്ടാതെ ശാലിനി അകത്തേക്ക് കയറി പോയതോടെ എന്താ സംഭവിച്ചെന്നറിയാതെ ഗോപാലകൃഷ്ണൻ ആകെ സംശയിച്ചങ്ങനെ നിന്നു. ശാലിനി വേഗം തന്നെ ക്യാബിനിലേക്ക് കയറിപ്പോയതും അവിടേക്ക് വന്ന അനുപല്ലവി ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, മേഡം എന്തോ ടെൻഷനിലായിരുന്നു അതാ എന്ന് പറഞ്ഞപ്പോഴേക്കും, വേണ്ട, അവളുടെ അച്ഛനല്ലേ ഞാൻ, ഇത്രയും നേരം അവളെ കാത്തു നിന്നതല്ലേ, എന്നിട്ട് അവള് ഒരു വാക്ക് പോലും പറയാതെ പോയത്, എന്തായാലും അവളെ വന്ന് കാണാനായിട്ട് ഞാനിവിടെ ഇത്രയും നേരം കാത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു പ്രതികരണം അവളിൽ നിന്നുണ്ടായത് അതൊട്ടും ക്ഷമിക്കാൻ പറ്റുന്നതല്ല എന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചപ്പോ അനുപല്ലവി പറഞ്ഞു, ഒന്നിവിടെ ഇരിക്കേ, ഞാൻ പോയി മേഡത്തോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞതും, വേണ്ട, അതിന്റെ ആവശ്യമില്ല, എന്തായാലും ഇത്രയും നേരം അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരുന്നതല്ലേ, ഇത്രയും നേരം അവളെ നോക്കി ഇവിടെ ഇരുന്നതല്ലേ, അപ്പോ അവളോട് സംസാരിച്ചിട്ട് തന്നെ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ വേഗം തന്നെ ക്യാബിനിലേക്ക് കയറി പോന്നു. ഈ സമയത്ത് ഡോർ തുറന്ന് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറുമ്പോൾ ശാലിനിയുടെ മനസ്സിലാകെ ആ വീഡിയോ കണ്ടതിന്റെ ആഘാതമായിരുന്നു. അക്കാര്യമെല്ലാം ഓർത്ത് ശാലിനിയാകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ ഒരു അനുവാദവുമില്ലാതെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറി ചെന്നതും ശാലിനി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ ഞാൻ നിന്റെ അച്ഛനാണ്,
ഇത്രയും നേരം നിന്നെ കാത്തിരുന്നിട്ട് നീ എന്നെ കണ്ടപ്പോ ഒരു വാക്കുപോലും പറയാതെ വലിയ ധാർഷ്ട്യത്തോടെ നീ കയറിപ്പോയല്ലോ. നീ ആരാണെന്നാ നിന്റെ വിചാരം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുമ്പോഴേക്കും ശാലിനി ആകെ അങ്കലാപ്പോടെ അനുപല്ലവി വിളിച്ചു. അനു അനു എന്ന് ഉറക്കെ വിളിച്ചപ്പോഴേക്കും അനുപല്ലവി അവിടേക്ക് ഓടിയെത്തി. മേഡം എന്ന് വന്ന് വിളിച്ചതും ഉടനെ അനുപല്ലവിയോട് ശാലിനി ചോദിച്ചു, അനു ഇത് കളക്ടറേറ്റ് ആണ്, ഇവിടെ ചില ഡിസിപ്ലിൻ ഒക്കെ ഉണ്ട്, അതെന്താ അനു മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ നീ എന്നോടുള്ള ദേഷ്യം ആ കൊച്ചിനോട് തീർക്കണ്ട. ആ കൊച്ചു പറഞ്ഞതാണ്, പക്ഷെ ഞാൻ തന്നെയാണ് എന്റെ ഇഷ്ടത്തിന് ഇതിനകത്തേക്ക് കയറിപ്പോന്നത്. എല്ലാം കേട്ടതും ശാലിനി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ നിന്നോട് ഒരു കാര്യം സംസാരിക്കാനായിട്ടായിരുന്നു ഞാൻ വന്നത്. നീ ആഗ്രഹിച്ച ഒരു കാര്യം, നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്തായാലും അതിന് ഞാൻ നിന്നോട് പറയുന്നില്ല, ഇനി ഒരിക്കലും നിന്നോട് പറയുന്നില്ല എന്ന് തന്നെയാണ് എന്റെ തീരുമാനവും. അതുകൊണ്ട് അതൊന്നും നിന്നോട് പറഞ്ഞിട്ടങ്ങ് പോകാമെന്ന് കരുതിയാ വന്നത് എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ശാലിനി എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ അനുപല്ലവിയും ശാലിനിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയും അപ്പോഴത്തെ ടെൻഷനും മറ്റെന്തോ ആണെന്ന് മനസ്സിലാക്കിയ അനുപല്ലവി വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ കളക്ടറേറ്റിന്റെ പടിയിറങ്ങി പോകുന്നത് രാമേട്ടനും അവിടെ സങ്കടത്തോട് നോക്കിയിരുന്നു. പിന്നീട് മാർക്കറ്റിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആളൊഴിഞ്ഞ ഒരു ക്ഷേത്ര സന്നിധിയിൽ അവിടെ തനിച്ചങ്ങനെ ഇരിക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മയെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് എത്തിച്ചു എന്ന ആ സന്തോഷ വാർത്ത ശാലിനിയോട് അറിയിക്കാനും താൻ തന്നെയാണ് ശാരദയെ അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നതെന്നും ശാരദയെ കാണാത്തതിന്റെ പേരിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും, എന്നാൽ പെൺമക്കളായ അത്യാഗ്രഹികളും സമ്പദ് മോഹികളുമായ തന്റെ മറ്റു രണ്ട് പെൺമക്കള് ശാരദയ്ക്ക് വേണ്ടി അന്വേഷിക്കാനോ അല്ലെങ്കിൽ ശാരദയെ ഇനിയും എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശാരദയെ അന്വേഷിച്ച് അവർ വന്നേക്കുമെന്നും, അതുകൊണ്ട് തന്നെ ശാരദയുടെ മനസ്സിനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അറിയാവുന്നത് കൊണ്ട് അവരുടെ മുന്നിൽ താൻ അങ്ങനെ ഒരു ഡ്രാമ കളിച്ചതാണെന്നുള്ള കാര്യം ശാലിനിയോട് പറയാനായിട്ട് വന്ന ഗോപാലകൃഷ്ണൻ തൽക്കാലം അത് ശാലിനിക്ക് മുന്നിൽ അവതരിപ്പിക്കാതെ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോഴായിരുന്നു അവിടെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാനെത്തിയ റാണിയും അവിടെ കണ്ട ഒരു മൺകലത്തിന് വില പറഞ്ഞ് ആ വില പേശി അങ്ങനെ നിൽക്കുന്ന നേരത്ത് അവിടേക്ക് വരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ വേഗം റാണിയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് ആ മൺകലം കയ്യിലേക്ക് വാങ്ങിച്ച് റാണിയുടെ കയ്യിൽ കടന്നു പിടിച്ചതും ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കുന്ന റാണി അയാളെ കണ്ടതോടെ വലിയ ഗൗരവത്തോടെ പറഞ്ഞു, അതെ എന്റെ കയ്യിൽ നിന്ന് വിട് എന്ന് പറഞ്ഞപ്പോ, അതെന്താടി നീ ഇപ്പൊ ആളാകെ അങ്ങ് മിനുങ്ങിയിട്ടുണ്ടല്ലോ, എന്താ ഇപ്പോ ഇങ്ങനെ? ഇപ്പോ വീട്ടില് അച്ഛന്റെ അടുത്തുള്ള അച്ഛന്റെയും അമ്മയുടെയും കൂടെയുള്ള നിന്റെ ആ സുഖവാസം നിനക്കങ്ങ് പിടിച്ചെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോ അത് കേട്ട് നിന്ന റാണി പറഞ്ഞു, അതെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടിയേ ഞാനിപ്പോ താമസിക്കുന്നത്, അവരുടെ ചെലവിൽ. അതുകൊണ്ട് അവിടെ മനസ്സമാധാനവും സന്തോഷവും ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ശരീരവും ഇങ്ങനെ മിനുങ്ങി നിൽക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ ചെലവിലല്ലോ ഞാൻ കഴിയുന്നത് എന്ന് ചോദിച്ച് അയാളോട് ദേഷ്യപ്പെടുമ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്താടി നിനക്ക് വല്ലാത്ത ഗൗരവവും ശബ്ദവും ഒക്കെ എന്ന് ചോദിച്ചപ്പോഴേക്കും റാണി പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങൾ എന്റെ കൈ വിടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും റാണിയോട് ദേഷ്യപ്പെടുകയാണ് അയാൾ. അതെ നീ ഇപ്പോ എങ്ങാണ്ട് പഠിക്കാനൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നീ എവിടെ നിന്ന് പോയത്? നിനക്ക് ഏതാണ്ട് വലിയ ഹയർ സ്റ്റഡീസിന് പോകണം എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ടിപ്പോ എന്തായി? നീ ഇപ്പൊ പഠനമൊക്കെ അവസാനിപ്പിച്ചോ? ഇപ്പൊ നിനക്ക് എത്ര കാമുകന്മാരടി ഉള്ളത് എന്നൊക്കെ ദേഷ്യത്തോടെ റാണിയോട് ചോദിക്കുമ്പോ റാണി പറഞ്ഞു, അതെ ഭർത്താവ് എന്ന അധികാരത്തോടെയുള്ള എന്റെ നേരെയുള്ള ഇത്തരം ചോദ്യം ചെയ്യലും ബഹളമൊന്നും ഇപ്പൊ വേണ്ട. കാരണം ഞാൻ നിങ്ങളുടെ കീഴിലല്ലല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് കൈവിടുന്ന പറഞ്ഞ് റാണി പോകാൻ ശ്രമിക്കുമ്പോഴേക്കും റാണിയുടെ മുടിക്കുത്തിന് കയറി പിടിക്കുകയാണ്. അത് ശരി, അത്രയ്ക്കായോടി? നിന്നെ രക്ഷിക്കാൻ നിന്റെ കാമുകന്മാരിൽ ആരാ വരുന്നത് ഞാനൊന്ന് നോക്കട്ടെടി എന്ന് പറഞ്ഞ് റാണിയുടെ മുടിക്കുത്തിന് കയറി പിടിക്കുമ്പോഴേക്കും റാണി പറഞ്ഞു, മര്യാദയ്ക്ക് വിടുന്നുണ്ടോ? എന്റെ തല വേദനിക്കുന്നു എന്ന് പറഞ്ഞ് റാണി ബഹളം വയ്ക്കുമ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ ഞാൻ നിന്റെ ഈ മുടി ഇങ്ങ് തലയിൽ നിന്ന് പിഴുതെടുക്കാൻ പോവാ, ഞാൻ നോക്കട്ടെ ആരാ നിന്റെ സംരക്ഷകരായി വരിക എന്ന് ചോദിച്ച് റാണിയുടെ മുടിക്ക് പിടിച്ച് ആ മാർക്കറ്റിലേക്ക് വട്ടം ചുറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും പിന്നിൽ നിന്ന് ആ ഓട്ടോ ഡ്രൈവറുടെ പുറത്തിനിട്ട് ഒരു ചവിട്ട് കിട്ടുന്നു. ഉടനെ അയാൾ പിന്തിരിച്ച് നോക്കുമ്പോ മുന്നിലേക്ക് വന്നു നിന്ന ശിവൻ പറഞ്ഞു, അതെ നീ ആരാണെങ്കിലും തൽക്കാലം പെൺപിള്ളേരുടെ നേരെയുള്ള നിന്റെ ഈ പരാക്രമമൊക്കെ അങ്ങ് അവസാനിപ്പിക്ക്, മര്യാദയ്ക്ക് കൈയെടുക്ക് എന്ന് പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞു, അത് ശരി ഈ പപ്പനോട് ആജ്ഞാപിക്കാറായോടാ? എടാ ഞാനേ ഇവളുടെ ഭർത്താവാ എന്ന് പറഞ്ഞപ്പോ ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടില് ഇവിടെ മാർക്കറ്റിൽ പലരും സാധനങ്ങൾ വാങ്ങിക്കാനായി എത്തുന്നതാണ്.
ഈ സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. മര്യാദയ്ക്ക് പോകാൻ നോക്കടാ എന്ന് പറഞ്ഞതും ഉടനെ അവൻ വീണ്ടും ബഹളം വെച്ചുകൊണ്ട് ശിവന് നേരെ തിരിഞ്ഞു. അതെ, ഈ കാക്കി യൂണിഫോം ഇട്ടവനെ കാക്കിക്കാരനെ തൊട്ടാളത്തെ അവസ്ഥ എന്താന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരടാ എന്ന് പറഞ്ഞപ്പോ ശിവൻ പറഞ്ഞു, ഇതിലും വലിയ കാക്കി ആയ പോലീസുകാർ വന്നിട്ട് ഈ ശിവനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെയാ നീ ഇപ്പൊ പോകാൻ നോക്ക്, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു ശിവൻ ദേഷ്യപ്പെടുമ്പോഴേക്കും ആ പപ്പൻ പറഞ്ഞു, അതെ നിന്നെ ഞാൻ എടുത്തോളാടാ എന്ന് പറഞ്ഞതും ആ ശരി, നീ എന്നെ എടുക്കാനായിട്ട് ഇങ്ങ് വന്നാ മതി, ഞാൻ ഇവിടെ നിന്ന് തന്നേക്കാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും പപ്പൻ വീണ്ടും റാണിയുടെ നേരെ തിരിയാൻ തുടങ്ങുന്ന കണ്ടപ്പോ വീണ്ടും ഇത് കണ്ടുവന്ന ശിവൻ പറഞ്ഞു, അതെ എന്റെ പെങ്കുച്ച, നീ വേഗം വീട്ടിൽ പോകാൻ നോക്ക്, ഇവൻ എന്നെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അവന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് റാണി അവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ റാണിയുടെ കൈക്ക് കയറി വീണ്ടും കടന്നു പിടിക്കുകയാണ് ശിവൻ. ഉടനെ ശിവൻ പറഞ്ഞു, അതെ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലോടാ, അതുകൊണ്ട് നീ ഈ പെങ്കൊച്ചിനെ വിട്ടിട്ട് നമുക്ക് തമ്മിൽ നേരിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നീ തൽക്കാലം അവളെ അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞ് റാണിയുടെ കൈ വിടുവിച്ചതും റാണി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. റാണിയുടെ സാധനം എടുത്തുകൊണ്ട് പോയിക്കൊള്ളാനായിട്ട് ശിവനും പറഞ്ഞു. അങ്ങനെ റാണി സാധനങ്ങൾ എടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും പപ്പൻ വീണ്ടും ദേഷ്യത്തോടെ റാണിയുടെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ശിവൻ പപ്പന് വേണ്ട 1-2 മരുന്നുകൾ ആ സമയത്ത് തന്നെ കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ശിവന് പരിചയമുള്ള ഒരു ചേട്ടൻ അടുത്തേക്ക് വന്നതും പപ്പന് വേണ്ട സമ്മാനങ്ങളൊക്കെ ശിവൻ കൊടുത്തിട്ട് മര്യാദയ്ക്ക് നീ വണ്ടി എടുത്തു പൊക്കോ, അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞതോടെ ശിവന്റെ തല്ല് വാങ്ങിച്ചു കൂട്ടിയ പപ്പൻ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ടു എന്നതോടെ ശിവന് പരിചയമുള്ള ആ സത്യൻ എന്ന് പറഞ്ഞ ആൾ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, അതെ എന്താ ശിവ ഇത് എന്ന് ചോദിച്ചതും ഓ ചെറിയൊരു മരുന്ന് അവന് കൊടുത്തതാ, അവനറിയില്ലല്ലോ, സെൻട്രൽ ജയില് കണ്ട് കൊതി തീർന്നു വന്നിരിക്കുന്നവനാ ഞാൻ, എന്നിട്ടാ അവൻ എന്നെ അക്കാര്യം പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞതും ഇത് കേട്ട സത്യപ്പൻ പറഞ്ഞു, അതെ ശിവ, ഇപ്പോ പെണ്ണ് കേസാണല്ലോടാ നിന്റെ പിന്നാലെ വരുന്നത് മുഴുവൻ, ഈയിടെ മൊത്തം കളക്ടർ ശാലിനി മേഡത്തിന്റെ പേര് ചേർത്തായിരുന്നു നിന്നെ കുറിച്ച് കുറെ വീഡിയോകൾ വന്നിരുന്നത്, എന്നാൽ ഇപ്പൊ വന്നിരിക്കുന്നത് അങ്ങനെയല്ല, ദാ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഇന്നത്തേത് പെണ്ണ് കേസ് തന്നെ, സൂക്ഷിക്കണം ശിവ, ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ അതിനെ സൃഷ്ടിച്ചവന് പോലും അതിന്റെ ഉള്ളറിയത്തില്ല, അതാണ് സത്യം എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഇങ്ങനെ വളച്ചൊടിച്ച് കാര്യം പറയാതെ എന്താന്ന് വെച്ചാ വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് പറയുന്നേക്കാൾ നല്ലത് നീ ഇത് കാണ എന്ന് പറഞ്ഞ് ഡെയ്സി ഇട്ടിരിക്കുന്ന ആ വീഡിയോ വേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ വീഡിയോ അദ്ദേഹം എടുത്ത് ശിവനെ കാണിച്ചു കൊടുത്തു. ശിവൻ അതെല്ലാം കേട്ടു നിന്നതും ഉടനെ അടുത്ത് നിന്ന് സത്യപ്പൻ എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു, അതെ ഇവള് ചതിച്ചതാ, ഇതൊന്നുമല്ല അവിടെ സംഭവിച്ചത്, ഇത് ഞാനൊന്നും അവളെ ഉപദ്രവിച്ചതൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് എത്തി. ഇത് കണ്ടോടെ സത്യപ്പൻ പറഞ്ഞു, അതെ ശിവ നീ സൂക്ഷിക്കണം, ഇത് പെണ്ണ് കേസാ, അത് എത്രത്തോളം പോകുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞതും ശിവനാകെ കൈതുള്ളി അങ്ങനെ നിൽക്കുമ്പോഴാണ് പോലീസ് ജീപ്പ് അവിടേക്ക് വന്നെത്തിയത്. ഉടനെ ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന റാണി കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശിവൻ അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും ജീപ്പിൽ നിന്നിറങ്ങിയ സോമശേഖരനും ടീമും വേഗം ശിവന്റെ അരികിലേക്ക് എത്തി. ആഹാ കൊള്ളാലോടാ, നീ ഇങ്ങനെ പെൺപിള്ളാരെയെല്ലാം ഉപദ്രവിച്ച് അവരെ പീഡിപ്പിച്ചിങ്ങനെ നടക്കുകയാണല്ലേ, നീ വലിയ ആളാണെന്നുള്ള ധാരണയില്. അതെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു ജോഷി സിനിമയാണ് ഓർമ്മ വരുന്നത്, അതിലെ ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്, എന്നാലേ ഞാനിപ്പോ വന്നിരിക്കുന്നതേ നിന്നെ പോലെയുള്ളവന്മാരെ പിടികൂടാൻ വേണ്ടി തന്നെയാ. നല്ല നട്ടലുള്ള ആൺപിള്ളേരുള്ളപ്പോ നിന്റെ പോലെയുള്ളവരുടെ ഇത്തരത്തിലുള്ള ഈ പ്രകടനങ്ങളുണ്ടല്ലോ, അത് അധികം നാൾ ഇവിടെ നടപ്പിലാവില്ല, മനസ്സിലായോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ശിവൻ പറഞ്ഞു, സാറേ മര്യാദയ്ക്ക് പോകാൻ നോക്ക്, അതാണ് സോമശേഖര തനിക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ സോമശേഖരൻ പറഞ്ഞു, അതെ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞ പോലെ ജോഷി സാറിന്റെ സിനിമയിലെ അതൊരു സ്ക്രിപ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നെങ്കിലും ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഭദ്രൻ സാറിന്റെ മറ്റൊരു സിനിമയിലെ ആടുതോമയെ കൊണ്ടുപോയ ആ ഒരു സീന ഞാൻ ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, നീ നോക്കിക്കോ, ഇന്ന് നീ ഇപ്പോ ഇവിടുത്തെ പെൺപിള്ളാരുടെയും സാധാരണ ജനങ്ങളുടെയൊക്കെ വലിയൊരു ആരാധനാ പുരുഷനാണല്ലോ, നിന്റെ വലിയ ഫാൻസ് ആണല്ലോ അവരെല്ലാം, അപ്പോ നിന്നെ ഈ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാ കൊണ്ടുപോകുന്നതെന്നും അവരെല്ലാവരും ശരിക്കും നിന്നെ അതൊന്ന് ആ രീതിയിലൊന്ന് കാണുകയും ചെയ്യട്ടെ, അതല്ലേ അതിന്റെ ഒരു രസം എന്ന് പറയുമ്പോഴേക്കും ശിവൻ വളരെ ഗൗരവത്തോടെ സോമശേഖരനെ നോക്കി. അപ്പോ താൻ അവള് പറയുന്നത് മാത്രം കേട്ടിട്ടാ ഇങ്ങോട്ട് വന്നതല്ലേ, ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞതും സോമശേഖരൻ പറഞ്ഞു, അവളെ എനിക്കൊരു പെറ്റീഷൻ തന്നിട്ടുണ്ട് ഡെയ്സി, അപ്പൊ പിന്നെ അതിന്റെ മേലെ എനിക്ക് ആക്ഷൻ എടുക്കണല്ലോ, നീ അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നത് നിന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, ഇവനെ പിടിച്ച് ജീപ്പ് കയറ്റിട്ടോ എന്ന്
അടുത്ത് നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞതും കോൺസ്റ്റബിൾ ശിവനെ പിടിക്കാനായി ചെന്നതും വേണ്ട എന്ന് പറഞ്ഞ് ശിവൻ അവരെ തടഞ്ഞു നിർത്തുന്നു. ഉടനെ സോമശേഖരൻ പറഞ്ഞു, എടാ മോനെ, ഇതേ പെണ്ണ് കേസാ. അതെ, എത്രത്തോളം പോകുമെന്നും എങ്ങനെയാവുമെന്നും നീ നേരിൽ കാണാൻ പോവല്ല, അനുഭവിക്കാൻ പോവാ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് സോമശേഖരൻ ശിവനെ പിടികൂടാനായി ബലം പ്രയോഗിച്ച് ശിവന്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ ശ്രമിക്കുമ്പോൾ ശിവൻ പോലീസുകാരെ മർദ്ദിക്കുന്നു. ഒടുവിൽ ശിവനെ കീഴ്പ്പെടുത്താനായി പോലീസുകാർ എല്ലാവരും ചേർന്ന് ശിവന്റെ നേലേക്ക് ചാടി വീഴുമ്പോൾ അവസാന നിമിഷത്തിൽ ശിവനിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്ന പോലീസുകാർ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ശിവനെ പിടികൂടുകയും ബലമായി ശിവന്റെ കൈ ആ പോലീസ് ജീപ്പിന്റെ സൈഡിലെ ബാറിൽ കൊണ്ടുചെന്ന് കൈ ചേർത്ത് വെക്കുകയും അതിൽ ശിവന്റെ കൈയും ആ ബാറും കൂടി ചേർത്ത് കയ്യില് വിലങ്ങണിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശിവനെ പുറത്തു നിർത്തി ശിവന്റെ കയ്യിൽ വിലങ്ങണിയിച്ച് പഴയ ആടുതോമയുടെ ആ സീൻ താൻ റീക്രിയേറ്റ് ചെയ്യുന്ന അഹങ്കാരത്തിൽ സോമശേഖരൻ അങ്ങനെ നിൽക്കുമ്പോൾ സോമശേഖരന്റെ അഹങ്കാരം തീർക്കാൻ ശിവനും തന്റെ ഭാഗത്തുനിന്ന് ആടുതോമ സ്റ്റൈൽ പുറത്തെടുത്തു. അങ്ങനെ തന്റെ മുണ്ടുരിഞ്ഞ് അത് സോമശേഖരന്റെ തലയിലൂടെ ഇട്ട് മൂടി ആ ജീപ്പിൽ തന്നെ ചവിട്ടിക്കയറി സോമശേഖരനെ നെഞ്ചും കൂടി തകർക്കും വണ്ണം ഒരു ചവിട്ട് കൊടുത്തതോടെ പോലീസ് പട ഭയന്ന് വിറച്ചു.